ഞാൻ ഈ ഒരു മാസത്തിനിടയിൽ അഞ്ചാമത്തെ തവണയാണ് സാറിൻ്റെ ഈ കല്ലറയിൽ എത്തുന്നത്. ഇവിടെ ഓരോ തവണ എത്തുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജവും ആത്മവിശ്വാസവും ലഭിക്കുന്ന ഒരിടമെന്ന നിലയിലാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് ഒരു പുതിയ ഊർജവും ഉയർന്ന ആത്മവിശ്വാസവും ലഭിക്കാറുണ്ട്. MLA ആയി വിജയിച്ചതിന് ശേഷവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മന്ത്രിയായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം പാർട്ടി നൽകിയത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ സത്യപ്രതിജ്ഞയായിരുന്നു, ഇന്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പായിരുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടേക്ക് എത്തിയത്, സാറിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. രണ്ട് വകുപ്പുകളും അടുത്ത കാലത്ത് ഒന്നും ഒരു മന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടൂറിസം, സംസ്കാരം, സിനിമ, ഇത് മൂന്നും നമുക്ക് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വകുപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക യോഗം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ നടത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്ന് ക്ലബ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം നൽകി. കാരണം നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും നമ്മുടെ ടൂറിസം ഇവൻസുകളും ഒക്കെയായി പരസ്പരം ബന്ധിപ്പിച്ചാൽ അത് കേരളത്തിന് വലിയ സാധ്യതയുണ്ട്. നമ്മൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് സംസ്ഥാനം സാമ്പത്തികമായി. അപ്പോൾ ഭാവിയിലെ കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ടൂറിസം തന്നെയാണ്. ആ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇതേ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ എല്ലാവരുമായും ആലോചിച്ച് ഈ സാധ്യത, ഈ അവസരം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും. ഞാൻ ചോദിച്ചത് നന്നായി. ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ മൂന്നാറിൽ പോയി അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നേരിട്ട് തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയാണ്. ഞാനത് പിന്നീട് അറിയിക്കാമെന്ന് വിചാരിച്ചാണ്. ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനത് ഇപ്പോൾ തന്നെ പറയുകയാണ്. കാരണം അത് മൂന്നാറിൻ്റെ ഒരു പ്രശസ്തിയെ, മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെയും ഒക്കെ ആശങ്കയുളവാക്കുന്ന തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ വ്യാപാരികളുണ്ട്, റിസോർട്ട് ഓണേഴ്സ് ഉണ്ട്, ടാക്സി ഡ്രൈവർമാരുടെ യൂണിയനുകളുണ്ട്, ലോക്കൽ ബോഡിയുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരെ എല്ലാവരെയും കൂടെ ചേർത്ത്, അവിടുത്തെ MP-യും അവിടുത്തെ MLA-യും ജനപ്രതിനിധികളെ എല്ലാവരെയും കൂടി ചേർത്ത് ഒരു യോഗം വരുന്ന ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ അവിടെ പോയി വിളിച്ചു ചേർക്കാം എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. അപ്പോൾ അവിടെ നിന്നും പോസിറ്റീവ് അല്ലാത്ത വാർത്ത വരുന്നത് നമ്മൾ ഗൗരവമായി ഇടപെടണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്.